യെസ്, അടുത്തായിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളൊരു സാധാരണ പുസ്തകമായി കരുതുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? പ്രിയാമ്പിൾ, അതാ പുസ്തകത്തിൻ്റെ ആമുഖം അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ. പിന്നീട് പാർട്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ വന്നപ്പോൾ 22 പാർട്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 25 പാർട്ടുണ്ട്. ഓക്കെ, പാർട്സ് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററായിട്ട് കണക്കാക്കുക. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിനകത്തെ കണ്ടന്റ് ആണ് എന്ത്? ആർട്ടിക്കിൾസ്. ലാസ്റ്റ് എന്തുണ്ട്? ഷെഡ്യൂൾ എന്താണ്? എക്സ്പ്ലനേഷൻ. ഓക്കെ, ചില കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ അവസാനം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് എന്ത്? ഷെഡ്യൂൾ. ഓക്കെ, ഇനി ഈ നമ്മുടെ പ്രിയാമ്പിൾ അതെന്താണ്? നമ്മളുടെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത്. ഈ ആദ്യം വരുന്ന ആമുഖം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന് പിന്നീട് വരുന്ന മൊത്തം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ ഗൈഡൻസ് നമ്മൾക്ക് തരുന്നു. ഇനി നമ്മൾക്ക് നമ്മുടെ പ്രിയാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളിത് എത്രത്തോളം സാധിക്കുന്നോ അത്രത്തോളം ബൈ ഹാർട്ട് പഠിക്കുക. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പം ഞാനൊന്ന് വായിച്ചു പോകാം, കൂടെ നിങ്ങളും വായിക്കുക. നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, അത് തന്നെയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു കാര്യം. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഇനി നമുക്ക് പ്രിയാമ്പിൾ ഒന്ന് വായിച്ചു നോക്കാം. We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. നമ്മൾക്കറിയാം, UPSC ഇൻ്റർവ്യൂവിനൊക്കെ പലപ്പോഴും ചെല്ലുമ്പോൾ പ്രിയാമ്പിൾ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ PSC, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും പല ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എന്തുണ്ട്? ഇൻ്റർവ്യൂ ഉണ്ട്. അതിനും ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് പ്രിയാമ്പിൾ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പഠിച്ചു വെക്കുന്നത് ഇൻ്റർവ്യൂവിൽ ഈസി ആയിട്ട് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു 3-4 തവണ വായിച്ചാൽ തന്നെ നമ്മൾക്കിത് ഓർമ്മ കിട്ടും. കാരണം ഇതെന്താണ്, ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കണ്ടന്റ് അറിയാമെങ്കിൽ പിന്നെ നമുക്കിതൊരു 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ കണ്ടല്ലോ നമ്മുടെ പ്രിയാമ്പിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഒന്ന്, സോഴ്സ് ഓഫ് അതോറിറ്റി. നമ്മളുടെ ഭരണഘടനയുടെ അതോറിറ്റി. ഓക്കെ, നമ്മളുടെ രാജ്യത്തെ ഫണ്ടമെൻ്റൽ ലോ ആണ് ഭരണഘടന. രാജ്യം ഭരിക്കുന്നത് ഭരണഘടന അനുസരിച്ചാണ്. അപ്പോൾ ഈ ഭരണഘടന എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചത് ആരാണ്? പീപ്പിൾ. സോഴ്സ് ഓഫ് അതോറിറ്റി, ഈ ഭരണഘടനയുടെ അതോറിറ്റി. ഓക്കെ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഈ ഭരണഘടന അത് നിലനിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങൾക്ക് ഭരണഘടനയിലുള്ള വിശ്വാസം, ഭരണഘടന മേക്കേഴ്സിന് ജനങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം, അത് പിന്നീട് ജനങ്ങൾ ഏറ്റെടുത്തത്. ഇതൊക്കെയാണ് ഭരണഘടനയുടെ നിലനിൽപ്പിനുള്ള അടിത്തറ. ജനങ്ങൾ തന്നെയാണ് നമ്മളുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറ. അടുത്തത്, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറഞ്ഞ ഈ പരമാധികാര രാഷ്ട്രം, അതിൻ്റെ നേച്ചർ എന്തായിരിക്കണം? ഇന്ത്യ സോവറൻ ആയിരിക്കണം, പരമാധികാരമായിരിക്കണം ഉള്ളൊരു രാജ്യമായിരിക്കണം. സോഷ്യലിസ്റ്റ്, നമ്മുടെ ഇക്കണോമിക് പ്രിൻസിപ്പിൾസ് എങ്ങനെയായിരിക്കണം? സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്, ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമായിരിക്കണം. ഓക്കെ, നമ്മുടെ രാജ്യം ഏത് തരത്തിലുള്ള രാജ്യമാവണമെന്ന് നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നു. അതുപോലെ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു രാജ്യമുണ്ട്, ആ രാജ്യം നിലനിൽക്കുന്നത് ആ ജനങ്ങളുടെ വിശ്വാസത്തിലാണ്. ആ രാജ്യം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ആ രാജ്യം, അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ രാജ്യത്തിൻ്റെ ലക്ഷ്യമാണ് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ജസ്റ്റിസ്, ഓക്കെ, നീതി, ഓക്കെ, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി, സമത്വം, അതുപോലെ തന്നെ ഫ്രാറ്റേണിറ്റി, സാഹോദര്യം എന്നിവ കൊണ്ടുവരിക, നിലനിർത്തുക, ഉറപ്പുവരുത്തുക. അടുത്തത്, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അഡോപ്ഷൻ ഡേറ്റ് ഇതാ പ്രിയാമ്പിൾ പറയുന്നത് എന്താണ്? 26th day of November 1949 എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഓൺ 26 നവംബർ ആണ്. അതുകൊണ്ട് തന്നെ 26 നവംബർ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഓക്കെ, പക്ഷേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? January 26, 1950. അതിനുള്ള കാരണം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, November 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയിരുന്നു, അത് അഡോപ്റ്റ് ചെയ്തു. പിന്നീട് എന്തിനാണ് 2 മാസത്തേക്ക് വെയിറ്റ് ചെയ്തത്? അതിൻ്റെ കാരണം എന്താണ്? സിമ്പിൾ,
എന്താണ്? ജാനുവരി 26, 1930 ഇന്ത്യ സ്വാതന്ത്ര്യ സമര വേളയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 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 ദിവസം, ഒരു മുഹൂർത്തമായിരുന്നു ജാനുവരി 26, 1930. അന്ന് ഇന്ത്യ എന്താചരിച്ചു, അല്ലെങ്കിൽ അന്നത്തെ നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എന്താചരിച്ചു നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ? പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ഇന്ത്യ അന്ന് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിലേക്ക് ആദ്യം പൂർണ്ണ സ്വരാജ്, ആദ്യം ഒരു തരത്തിലുള്ള ഫ്രീഡമോ അവകാശങ്ങളോ കൊടുക്കില്ല, പിന്നീട് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പോരാ, നമ്മൾക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ് വേണം, അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ പ്രയത്നം എന്ന് ജാനുവരി 26, 1930 ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണമായിരുന്നു എന്ത്? നമ്മളുടെ ഇൻഡിപെൻഡൻസും പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വരവൊക്കെ. അപ്പോൾ ആ ദിവസത്തിലായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അഡോപ്ഷൻ എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തീരുമാനിച്ചു. യെസ്, അപ്പോൾ ആ കാരണം കൊണ്ടാണ് എന്ത്? ജാനുവരി 26 നമ്മൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. സോ ജാനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ജാനുവരി 26, 1930 പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പല സോഴ്സസ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷന് 10ലേറെ സോഴ്സിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിൽ അന്ന് നിലനിന്നിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ കടമെടുത്ത് അത് ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിന് തന്നെ ഒരുപാട് സോഴ്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രിയാമ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഒരുപാട് സോഴ്സസിൽ നിന്നാണ്. അതിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസും ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസും ഉണ്ട്. അത് ജസ്റ്റ് നോക്കി പോവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഇൻഫ്ലുവൻസ്, ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ വരാം. അപ്പോൾ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം. വേദാന്തയും ഉപനിഷത്തിൽ നിന്നും, ബുദ്ധിസ്റ്റ് സംഘാസിൽ നിന്നും, അശോക ധമ്മയിൽ നിന്നും, ഗാന്ധിയൻ തോട്ടിൽ നിന്നും ഒക്കെ എന്താണ് ഉള്ള ഐഡിയാസ്. ഓക്കെ, പലതരത്തിലുള്ള ഐഡിയാസ് നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആയ ഫ്രഞ്ച് റവല്യൂഷൻ, ഇതാണ് കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ പ്രിയാമ്പിളിലുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, ഈ ഐഡിയ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഉത്തരം എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ. അതുപോലെ തന്നെ റൂസോയുടെ പോപ്പുലർ സോവറിനിറ്റി. നമുക്കറിയാം എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ? ഒരു സോവറിൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അതിൽ ഈ സോവറിനിറ്റിയുടെ ഐഡിയ എവിടെ നിന്നാണ്? റൂസോയിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന്. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്, അത് മോണ്ടസ്ക്യൂവിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നിന്നാണ് എന്ത്? ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇക്വാലിറ്റി. ഇതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസ് എവിടെ കാണാം? നമ്മളുടെ പ്രിയാമ്പിളിൽ കാണാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഓക്കെ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നേച്ചർ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആയ ഒരു രാജ്യത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോവറിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യ ഈസ് നോട്ട് എ ഡൊമീനിയൻ ഓർ എ ഡിപ്പെൻഡൻസി ബട്ട് എ ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പലപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഓഗസ്റ്റ് ഓഫറിൻ്റെ ഒക്കെ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? ഇന്ത്യ ഒരു ഡൊമീനിയൻ സ്റ്റേറ്റ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളതിനെ സമ്മതിച്ചില്ല. നമ്മൾ പറഞ്ഞെന്താണ്? നമ്മൾക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറയുന്നത് ഇന്ത്യ ഒരു സോവറിൻ, പരമാധികാര രാഷ്ട്രമാണ്. നമ്മൾ ആരുടെയും കീഴിലല്ല. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും. ഓക്കെ, അത് ഇൻറ്റേർണൽ കാര്യങ്ങളായാലും എക്സ്റ്റേണൽ കാര്യങ്ങളായാലും. ഇപ്പം നമുക്കറിയാം ട്രംപ് നമ്മളോട് പറയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന്. പക്ഷെ എന്താണ് ഇന്ത്യ ട്രംപ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം എക്സ്റ്റേണൽ കാര്യമായാലും ഇൻറ്റേർണൽ കാര്യമായാലും ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഓക്കെ, അതുപോലെ ഇൻറ്റേർണൽ കാര്യങ്ങൾ, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾ യൂണിയൻ ടെറിട്ടറി ആക്കണോ, അവിടെ ഇലക്ഷൻ നടത്തണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. കാരണം നമ്മൾ പറയുന്നതാണ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഈസ് ആൻ ഇൻറ്റേർണൽ അഫെയർ. നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ആഭ്യന്തര കാര്യമായാലും എക്സ്റ്റേണൽ കാര്യമായാലും ഇന്ത്യയെ സംബന്ധിച്ച കാര്യത്തിൽ ഇന്ത്യക്ക് പൂർണ്ണമായ അധികാരമുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ. പക്ഷെ അപ്പം ഒരു ക്വസ്റ്റ്യൻ വരാം, ഒരു സംശയം വരാം. കോമൺവെൽത്ത് മെമ്പർഷിപ്പ്, നമ്മൾക്കറിയാം ഇന്ത്യയിൽ കോമൺവെൽത്ത്, ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കോമൺവെൽത്ത്. കോമൺവെൽത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഗെയിംസ് നടത്തി അതിൽ നമ്മൾ പങ്കെടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ കോമൺവെൽത്തിൻ്റെ ഹെഡ് ബ്രിട്ടൻ അല്ലേ? ബ്രിട്ടൻ്റെ മൊണാർക്കല്ലേ? അത് കിങ് ആയാലും ക്യൂൻ ആയാലും അവരല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കോമൺവെൽത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് സുപ്രീമസി അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസിലേക്ക് ചുരുക്കപ്പെടുന്നുണ്ടോ? ഇല്ല. കോമൺവെൽത്ത് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. അതിന് ഇന്ത്യയുടെ സോവറിനിറ്റിയുടെ മേൽ ഒരു അവകാശവുമില്ല. അതേപോലെ തന്നെ UN-ൻ്റെ അംഗമാണ് ഇന്ത്യ. UN-ൻ്റെ പല തീരുമാനങ്ങൾ ഇന്ത്യ നടപ്പിലാക്കേണ്ടി വരും. പല കൺവെൻഷൻ സൈൻ ചെയ്യേണ്ടി വരും. UN പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് ആളെ അയക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സോവറിനിറ്റി ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല.
ഇന്റർനാഷണൽ ലോ നമ്മൾ അനുസരിക്കണം, പക്ഷെ എന്ന് വെച്ച് നമ്മളുടെ പരമാധികാരം നമ്മൾ ആർക്കും അടിയറവ് വെക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യക്ക് എന്തുണ്ട്, ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ടെറിട്ടറി വേണമെങ്കിൽ സീഡ് ചെയ്യാൻ, വേറൊരു രാജ്യത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ടെറിട്ടറി അക്വയർ ചെയ്ത് നമ്മളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, സോവർണിറ്റിയിൽ എന്തുണ്ട്, ഇന്ത്യക്ക് നമ്മൾക്കറിയാം ബംഗ്ലാദേശ് ഇന്ത്യ തമ്മിൽ കുറച്ച് എൻക്ലേവ് ട്രാൻസ്ഫർ നടന്നിരുന്നു. ഓക്കെ, ഇന്ത്യക്കുള്ളിൽ ബംഗ്ലാദേശിന് കുറച്ച് ലാൻഡും ബംഗ്ലാദേശിനുള്ളിൽ ഇന്ത്യക്ക് കുറച്ച് ലാൻഡും ഉണ്ടായിരുന്നു. അതിൻ്റെ മ്യൂച്വൽ ട്രാൻസ്ഫർ ചെയ്തു. അതിനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്, കാരണം ഇന്ത്യ ഒരു സോവറിൻ രാഷ്ട്രമാണ്. ഇനി ഈ സോവർണിറ്റിക്ക് രണ്ട് വശങ്ങളുണ്ട്, എക്സ്റ്റേണൽ സോവർണിറ്റി, ഇന്റേണൽ സോവർണിറ്റി. ഈ എക്സ്റ്റേണൽ സോവർണിറ്റി എന്താണ്, നമ്മൾക്കൊരു ഇന്റർനാഷണൽ ട്രീറ്റി ഒപ്പിടണം. അപ്പോൾ ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ ഒരു ട്രീറ്റി ഒപ്പിടണം. ഇന്ത്യക്ക് അത് ചെയ്യാം, മറ്റു രാജ്യങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ലയോ എന്ന് ഇന്ത്യ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി എടുക്കാം. ഉദാഹരണത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യമായ ഉടനെ നമ്മൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കോ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെയോ, അതായത് USA അല്ലെങ്കിൽ എന്താണ് USSRൻ്റെയോ ബ്ലോക്കിൽ ചേരാതെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന ഫോറിൻ പോളിസി എന്താണ് പിന്തുടർന്നു. കാരണം ഇന്ത്യക്ക് എന്തുണ്ട്, സോവർണിറ്റി ഉണ്ട്. ഇന്റേണൽ സോവർണിറ്റി, നമ്മളുടെ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഇവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളാണ്. നമ്മളുടെ പാർലമെന്റിന് പൂർണ്ണമായ അവകാശങ്ങൾ ഉണ്ട്. ഓക്കെ, യെസ്. അടുത്തതായി സോഷ്യലിസ്റ്റ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പ്രിയാമ്പിളിൽ എന്ത് പറയുന്നു, ഇന്ത്യ എന്തായിരിക്കണം, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിൽ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. എപ്പോഴാണ് ആഡ് ചെയ്യപ്പെട്ടത്, 42nd അമെൻമെന്റ്. ഓക്കെ, 42nd അമെൻമെന്റ് എപ്പോഴായിരുന്നു, 1976. ഈ 42nd അമെൻമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ദിസ് ഈസ് ഓൾസോ കോൾഡ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അത്രമാത്രം മാറ്റങ്ങൾ ഈ അമെൻമെന്റിൽ കൊണ്ടുവന്നുകൊണ്ടാണ് 42nd അമെൻമെന്റിനെ എന്ത് വിളിക്കുന്നത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഓൾറെഡി, പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 42nd അമെൻമെന്റിലൂടെയാണ് പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് എന്ന് ആഡ് ചെയ്തതെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോഷ്യലിസത്തിന്റെ ഒരുപാട് ട്രേസസ് ഉണ്ടായിരുന്നു. അതിന് എക്സ്പ്ലിസിറ്റായി 42nd അമെൻമെന്റിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ സോഷ്യലിസം എന്ത് സോഷ്യലിസമാണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. എന്ത് സോഷ്യലിസം അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസം അല്ല. പണ്ടത്തെ USSRൽ അല്ലെങ്കിൽ ഇന്നത്തെ ചൈനയിൽ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിൽ ഒക്കെ നിലനിൽക്കുന്ന പോലത്തെ സ്റ്റേറ്റ് സോഷ്യലിസം അല്ല ഇന്ത്യയിലുള്ളത്. ഈ സ്റ്റേറ്റ് സോഷ്യലിസത്തിൽ എന്താണ്, ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല, പക്ഷേ ഇന്ത്യയിൽ നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി പറ്റും. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നാഷണലൈസ്ഡ് ആയിരിക്കും. ഏതിൽ, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസത്തിൽ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ, അല്ല. സോ ഇന്ത്യൻ ഫോം ഓഫ് സോഷ്യലിസം ഈസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് സോഷ്യലിസം, ഓർ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഈ സോഷ്യലിസത്തിന്റെ ലക്ഷ്യം എന്താണ്, പോവർട്ടി അവസാനിപ്പിക്കുക, ഇനീക്വാലിറ്റി പരമാവധി കുറച്ചു കൊണ്ടുവരിക, ഇഗ്നോറൻസ്. ഓക്കെ, ആളുകളിലെ ഇഗ്നോറൻസ് കുറയ്ക്കുക. ഈ ഇഗ്നോറൻസ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും, ഇക്വാലിറ്റി വരും. മെറ്റീരിയലിസ്റ്റിക് ആയി ഇക്വാലിറ്റി കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഭൗതിക നിലവാരത്തിലും ആളുകൾക്ക് ഒരു ഇക്വാലിറ്റി കൊണ്ടുവരണം. ഓക്കെ, ഇനി ഇന്ത്യൻ സോഷ്യലിസം, ഇത് പല ക്വസ്റ്റ്യൻസിലും എക്സാംസിലും ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ സോഷ്യലിസം എന്തിൻ്റെയൊക്കെ ബ്ലെൻഡാണ്, മാർക്സിസത്തും ഗാന്ധിസം. ഓക്കെ, ഗാന്ധിയനിസം ആൻഡ് മാർക്സിസത്തിന്റെ ബ്ലെൻഡാണ് എന്ത്, ഇന്ത്യൻ സോഷ്യലിസം. നമുക്ക് വിരോധാഭാസമായി തോന്നാം, മാർക്സ്, ഓക്കെ, വയലൻസ് പറയുന്ന മാർക്സും നോൺ വയലൻസ് പറയുന്ന ഗാന്ധിയും, ഇവരുടെ രണ്ടുപേരുടെയും സോഷ്യലിസത്തിന്റെ ഒരു ബ്ലെൻഡാണ് എന്ത്, ഇന്ത്യ. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്യൂട്ടി. ഓക്കെ, ഇനി 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതോടുകൂടെ നമ്മളുടെ ഈ സോഷ്യലിസത്തിൽ ചെറിയ ചെറിയ എന്താണ് ചേഞ്ചസ് വന്നു. നമ്മളിപ്പോൾ എന്താണ്, ഇന്ത്യ സോഷ്യലിസം ആയിരുന്നു, സോഷ്യലിസ്റ്റ് ഇക്കോണമി ആയിരുന്നെങ്കിലും കുറച്ചും കൂടെ മിക്സ്ഡ് ആയിരുന്നു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ സോഷ്യലിസം ഇന്ത്യയിലുണ്ട്, പക്ഷേ ഇന്ത്യ എന്തായിരുന്നു, ഒരു മിക്സ്ഡ് ഇക്കോണമി വിത്ത് സോഷ്യലിസ്റ്റിക് ടിൽറ്റ് ആയിരുന്നു. ഓക്കെ, 1991 ശേഷം എന്താണ്, അതിപ്പോഴും തുടരുന്നു, ഇന്ത്യ ഈസ് എ മിക്സ്ഡ് ഇക്കോണമി ബട്ട് വിത്ത് എ ക്യാപിറ്റലിസ്റ്റിക് ടിൽറ്റ്. ഓക്കെ, അന്നും ഇന്നും മിക്സ്ഡ് ഇക്കോണമിയാണ് നമ്മൾ, പക്ഷെ അന്ന് നമ്മൾ സോഷ്യലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇന്ന് നമ്മൾ സോഷ്യലിസത്തിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചു. പക്ഷെ എന്ന് വെച്ച് സോഷ്യലിസം കംപ്ലീറ്റ്ലി പോയോ, ഇല്ല. ഇന്നും നമ്മളുടെ DPSPയിൽ സോഷ്യലിസത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം, സോഷ്യലിസം എന്ന് പറയുന്ന ഒരുപാട് ആർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഒരുപാട് വെൽഫെയർ സ്കീംസ്, അതും എന്താണ്, ഗവൺമെന്റിന്റെ സോഷ്യലിസ്റ്റിക് ഓറിയന്റേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോവറിൻ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായി സെക്യുലർ. ഓക്കെ, ഈ സോഷ്യലിസ്റ്റ് പോലെ തന്നെ 42nd അമെൻമെന്റിൽ ആഡ് ചെയ്ത ഒരു വാക്കാണ് എന്ത്, സെക്യുലർ. നമ്മൾക്കറിയാം റീസെൻ്റ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ വാർത്ത ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ സുപ്രീം കോടതിയിൽ എന്താണ്, ഈ സെക്യുലറിസം, സോഷ്യലിസം എന്ന് പറഞ്ഞ പദം എടുത്തു കളയണം എന്ന് പറഞ്ഞ് പലരും പോയി. പക്ഷേ എന്താണ്, സുപ്രീം കോടതി പറഞ്ഞ് അവരോട് കണ്ടം വഴി ഓടിക്കും.
ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് സോഷ്യലിസവും സെക്യുലറിസവും, അതുകൊണ്ട് അത് എടുത്തു കളയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സി സോഷ്യലിസത്തിൽ ഇന്ത്യക്ക് ഒരു സ്പെസിഫിക് ബ്രാൻഡ് ഓഫ് സോഷ്യലിസം ഉണ്ടായിരുന്നു, ഡെമോക്രാറ്റിക് സോഷ്യലിസം. അതുപോലെ സെക്യുലറിസത്തിലും ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്, പോസിറ്റീവ് സെക്യുലറിസം ആണ്. ഈ സെക്യുലറിസം വരുന്നത്, ഇതിൻ്റെ ഐഡിയ വരുന്നത് എവിടെ നിന്നാണ്, യൂറോപ്പിൽ നിന്നാണ്. പക്ഷേ യൂറോപ്പിലെ സെക്യുലറിസം ഈ സെപ്പറേറ്റ്. ഓക്കെ, ഇത് റിലീജിയൻ ആണ്, ഇത് സ്റ്റേറ്റ് ആണ്, ടോട്ടലി സെപ്പറേറ്റ് ആയിരിക്കും യൂറോപ്പിലെ സെക്യുലറിസം. അതായത് സ്റ്റേറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് സ്റ്റേറ്റ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ ഒരുപാട് റിലീജിയൻ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് റിലീജിയൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഈക്വി ഡിസ്റ്റൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ റിലീജിയൻ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എല്ലാ റിലീജിയനിൽ നിന്നും ഈക്വി ഡിസ്റ്റൻറ്റ്. സ്റ്റേറ്റ് ഇടപെടുന്നുണ്ടെങ്കിലും എല്ലാ റിലീജിയൻ്റെ മാറ്റേഴ്സിലും ഈക്വലി ഇടപെടണം. ഓക്കെ, നമ്മളുടെ സൊസൈറ്റിക്ക് ഒരുപാട് യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ചിലപ്പോൾ കാസ്റ്റ് പ്രിജുഡൈസസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, റിലീജിയസ് ഇൻഇക്വാലിറ്റി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്റ്റേറ്റിന് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ പറ്റില്ല. സോ പോസിറ്റീവായിട്ട് സ്റ്റേറ്റ് ഇൻ്റർവെയിൻ ചെയ്യും. അതേസമയം സ്റ്റേറ്റിന് എന്തുണ്ടാവില്ല, ഒരു റിലീജിയൻ ഉണ്ടാവില്ല, ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയ പാകിസ്ഥാൻ എന്തുണ്ട്, ഇറ്റ് ഈസ് ആൻ ഇസ്ലാമിക് റിപ്പബ്ലിക്. ഓക്കെ, പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. ഓൾറെഡി ഈ സെക്യുലറിസം 42nd അമെൻമെൻറ്റിലൂടെയാണ് ആഡ് ചെയ്യുന്നതെങ്കിലും ഓൾറെഡി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 25 to 28 ഇന്ത്യ ക്ലിയർലി ഒരു സെക്യുലർ രാഷ്ട്രമായിരുന്നു. ഇതിന് മുമ്പും, ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പും, ഇത് ആഡ് ചെയ്തപ്പോഴും ഇപ്പോഴും ഇന്ത്യ എന്താണ്, ഒരു സെക്യുലർ രാഷ്ട്രമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി ഇന്ത്യയിലെ തന്നെ സെക്യുലർ എത്തോസ്. ഓക്കെ, നമുക്ക് സർവധർമ്മ സംഭവ. ഓക്കെ, സർവധർമ്മ, എല്ലാ റിലീജിയനും നമ്മൾ ഈക്വൽ സ്റ്റാറ്റസ് ആണ് കൊടുക്കുന്നത്, ഈക്വൽ റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്, ഈക്വൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ SR ബൊമ്മായി, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴുള്ള പ്രത്യേകത, ഒരുപാട് ജഡ്ജ്മെൻറ്റ് നമ്മൾ പഠിക്കും. അതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയി കേൾക്കാൻ പോകുന്ന കുറച്ച് ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിലൊന്നാണ് SR ബൊമ്മായി. ഇപ്പോൾ തന്നെ ഗവർണറിൻ്റെ പവർ, ഗവർണറിൻ്റെ മിസ്യൂസ് ഓഫ് പൊസിഷൻ, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വാർത്തകളിലും ന്യൂസ് പേപ്പറിലും സ്ഥിരം വരുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണെന്ത്, SR ബൊമ്മായി. ഈ SR ബൊമ്മയിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു, സെക്യുലറിസം എന്താണ്, ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു, സെക്യുലറിസം എന്താണ്, ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഈ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ, കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു ഇന്നോവേഷനാണ് എന്ത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. അതിനെക്കുറിച്ച് മറ്റ് ക്ലാസ്സിൽ വിശദമായി നമുക്ക് പഠിക്കാം. മേ ബി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനെ കുറിച്ച് മാത്രമായി ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡെമോക്രാറ്റിക്. ഓക്കെ, സോവറിൻ കഴിഞ്ഞു, സോഷ്യലിസ്റ്റ് കഴിഞ്ഞു, സെക്യുലർ കഴിഞ്ഞു. അടുത്ത നേച്ചർ എന്താണ് ഇന്ത്യയുടെ, എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിൾ പറയുന്നത്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്, മതേതര രാഷ്ട്രമാണ് നമ്മൾ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്തുവാണ്, ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് തന്നെ കാണിക്കുന്നത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരം എവിടെ നിന്നാണ് വരുന്നത്, ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. കൂടാതെ സെപ്പറേറ്റ് ആയിട്ടും പറയുന്നത് എന്താണ്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രമാണ്. എന്താണ് ഇതിൻ്റെ ബേസിസ്, ഓക്കെ, പോപ്പുലർ സോവറിനിറ്റി. അതായത് എന്താണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാർ ഭരിക്കേണ്ട ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കണം ഇന്ത്യ. ഓക്കെ, ഇനി ഡെമോക്രസി രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഓക്കെ, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എന്താണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്, റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് ഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്താണ്, തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുകയാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കാൻ പോയാൽ ഒന്നും നടക്കില്ല. ഓക്കെ, ഇപ്പം 140 അംഗങ്ങളുള്ള അല്ലെങ്കിൽ 543 അംഗങ്ങളുള്ള പാർലമെൻറ്റിലോ അല്ലെങ്കിൽ 140 അംഗങ്ങളുള്ള കേരളത്തിലെ നിയമസഭയിൽ തന്നെ പ്രോപ്പറായി ചർച്ച നടക്കുന്നില്ല. അപ്പം 140 കോടി ജനങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോയെന്ന് ഓർത്ത് നോക്കിക്കേ. പക്ഷെ ചെറിയ രാജ്യങ്ങളിൽ ഡയറക്റ്റ് ഡെമോക്രസി പറ്റും. ഓക്കെ, ഇപ്പം റഫറൻഡം, ഈ ഡയറക്റ്റ് ഡെമോക്രസിയിലെ ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പോളിറ്റിയിൽ പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടോ വരാം. ഒന്ന്, റഫറൻഡം. ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒരു ഗവൺമെൻറ് എടുക്കാൻ തീരുമാനിച്ചാൽ അത് അവിടുത്തെ ജനങ്ങളെ കൊണ്ട്, ഇപ്പം നമ്മുടെ പാർലമെൻറ്റിൽ MP-മാർ വോട്ട് ചെയ്യുന്നതിന് പകരം ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്ത ഒരു തീരുമാനം വേണോ വേണ്ടയോ എന്ന് എടുക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അതാണ് റഫറൻഡം. അപ്പം അടുത്ത കാലത്ത് നമ്മൾക്ക് ഫേമസ് ആയിട്ട് അറിയുന്ന ഒരു റഫറൻഡം എന്താണ്, ബ്രെക്സിറ്റ്. ഓക്കെ, ബ്രെക്സിറ്റ്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK പുറത്തു പോകണോ, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം ബ്രിട്ടനിലെ ആൾക്കാർ ഒരു റഫറൻഡം നടത്തിയാണ് എടുത്തത്. ഈ പ്ലെബിസൈറ്റ് എന്താണ്, റഫറൻഡം തന്നെയാണ്, പക്ഷെ അതൊരു സ്ഥലത്തെക്കുറിച്ച്. ഓക്കെ, ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു റഫറൻഡം ആണ് എന്ത്, പ്ലെബിസൈറ്റ് പ്ലേസ്. ഓക്കെ, പ്ലെബിസൈറ്റ് പ്ലേസുമായി ബന്ധപ്പെട്ട ഒരു റഫറൻഡം ആണെന്ത്, പ്ലെബിസൈറ്റ്. ഓക്കെ,
ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയോട് ജോയിൻ ചെയ്യാൻ വിമുഖത കാണിച്ചിരുന്നു. അതിലൊന്നാണെന്ത്? ജുനഗഡ്. ജുനഗഡിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് എങ്ങനെയാണ്? ഒരു പ്ലെബിസൈറ്റ് നടത്തി അവിടുത്തെ മജോറിറ്റി ആളുകൾ ഇന്ത്യയിൽ ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജുനഗഡിനെ എന്ത് ചേർത്തത്? ഇന്ത്യയിലേക്ക് ചേർത്തത്. അടുത്ത റീകോൾ. റീകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട MP-മാരെ അല്ലെങ്കിൽ MLA-മാരെ നമ്മൾ തിരിച്ചു വിളിക്കാനുള്ള ഒരു അവകാശം. ഇന്ത്യയിൽ കറൻലി ജനങ്ങൾക്ക് അതില്ല, പക്ഷേ സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങൾക്ക് അതുണ്ട്. വൺ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ കണ്ടെങ്കിൽ മമ്മൂട്ടി അതിൽ പറയുന്ന ഒരു ഐഡിയ അതാണ്. ഓക്കെ, കാരണം ഒരിക്കൽ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനൊരു മാറ്റം ഉണ്ടാവണം. അടുത്തത് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇനീഷ്യേറ്റ് ചെയ്യുക, തുടക്കം കുറിക്കുക. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പോളിസി, പുതിയ ലോ അതൊക്കെ വരണമെങ്കിൽ ആരാണ് ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പർ, അതായത് മന്ത്രി അല്ലാത്ത MLA-യോ MP-യോ അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എന്താണ് നിയമനിർമ്മാണ സഭയിൽ അവരൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ അതാണ് പ്രൈവറ്റ് മെമ്പർ. അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് മെമ്പർ? ഭരണകക്ഷിയോ പ്രതിപക്ഷത്തെയോ മന്ത്രി അല്ലാത്ത MLA MP ആണ് എന്ത്? പ്രൈവറ്റ് മെമ്പർ. അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ. ഓക്കെ, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇനീഷ്യേറ്റീവ് ഡയറക്റ്റീവ് ഡെമോക്രസിയിൽ എന്താണ്? ഇനീഷ്യേറ്റീവ് പ്രകാരം ഒരു സാധാരണ വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ പോളിസി അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യാം? ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവരാം. ഓക്കെ, ഇന്ത്യയിൽ എന്ത് സിസ്റ്റമാണ് നിലവിലുള്ളത്? ഇൻഡയറക്റ്റ് ഡെമോക്രസി. നമുക്കറിയാം, നമ്മൾ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നു, അവർ നമ്മളുടെ ബിഹാഫിൽ അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഡെമോക്രസിയാണെന്ന് പറയാം. സോ ഇന്ത്യയിൽ എന്തുണ്ട്? ഡെമോക്രസി ഉണ്ട്. എന്ത് തരം ഡെമോക്രസിയാണ് ഇന്ത്യയിലുള്ളത്? ഇന്ത്യയിലുള്ള ഡെമോക്രസിയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇന്ത്യയിൽ എന്ത് തരം ഡെമോക്രസിയാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി. അടുത്തത്, ഡെമോക്രസി ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ മറ്റ് തെളിവുകൾ. നമ്മളുടെ നാട്ടിൽ എന്തുണ്ട്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇലക്ഷൻ. ഈ ഇലക്ഷൻ തന്നെ എന്താണ്? പീരിയോഡിക് ഇലക്ഷൻ. ഓക്കെ, ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ മലയാളം എന്താണ്? 18 വയസ്സിന് മുകളിലാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. നിങ്ങൾ പാവപ്പെട്ടവനാകാം, പണക്കാരനാകാം, നിങ്ങൾ അപ്പർ കാസ്റ്റുകാരനാകാം, നിങ്ങൾ ഏത് റിലീജിയനാകാം, എവിടെ നിന്നായാലും നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ. അതേപോലെ പീരിയോഡിക് ഇലക്ഷൻസ് നടത്താൻ പോരാ. ഇപ്പം മോഡിജി കയറിയിട്ട് പറയുകയാണ്, ഓക്കെ ഞാൻ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡായി, ഇനി 25 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ നടത്തും എന്ന് പറഞ്ഞാൽ അവിടെ ഡെമോക്രസി ഇല്ല. ഇന്ത്യയിൽ എന്താണ്? പീരിയോഡിക് ഇലക്ഷൻസ് ആണുള്ളത്. അടുത്താണ് റൂൾ ഓഫ് ലോ. ഓക്കെ, ഒരാളെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു എന്ന് കരുതി അവർക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ എന്തുണ്ട്? റൂൾ ഓഫ് ലോ ഉണ്ട്. ഇനി ഇതിനെ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എവിടെ പോകാം? ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയുടെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം. സോ ഇതെല്ലാം കാണിക്കുന്ന എന്താണ്? ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ട്. സോ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയാമ്പിളിൽ ഡെമോക്രസി എന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. ഇനി ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ട് എന്നതിൻ്റെ ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, പീരിയോഡിക് ഇലക്ഷൻസ്, റൂൾ ഓഫ് ലോ ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ. ക്ലിയർ? ഈസി അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ഡെമോക്രസിക്ക് തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, ഇക്കണോമിക് ഡെമോക്രസി. ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇന്ത്യയിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ, അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ, ഇതിലൂടെയൊക്കെ പൊളിറ്റിക്കൽ ഡെമോക്രസി നടപ്പിലാക്കുന്നു. സോഷ്യൽ ഡെമോക്രസി, അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സൊസൈറ്റി ഈസ് ബേസിക്കലി ആൻ ഇനീക്വൽ സൊസൈറ്റി, അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇല്ലാത്ത, ഓക്കെ, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഒരാൾക്ക് ജസ്റ്റ് വോട്ടിംഗ് റൈറ്റ് കൊടുത്താൽ കാര്യമാവോ? ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഒരാൾക്ക് കൊടുത്തു, പക്ഷേ അയാൾക്ക് കാൻഡിഡേറ്റിനെ കുറിച്ച് അറിവില്ല. അറിവുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് പോയി വോട്ട് ചെയ്യാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ല. ഫ്രീ ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ഒരു ഡെമോക്രസിക്ക് മീനിങ് ഇല്ല. സോ ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? പൊളിറ്റിക്കൽ ഡെമോക്രസി വിത്തൗട്ട് സോഷ്യൽ ഡെമോക്രസി ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി ഈസ് മീനിങ്ലെസ്. സോ നമ്മൾക്ക് എന്താണ്? നമ്മളുടെ DPSP എന്തിനുള്ള ശ്രമം നടത്തുന്നു? സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, ഇതിന് രണ്ടിനും DPSP ശ്രമിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് തരുന്നു നമുക്ക്? പൊളിറ്റിക്കൽ ഡെമോക്രസി തരുന്നു. ഇനി റിപ്പബ്ലിക്. ഓക്കെ, ഇന്ത്യ ഒരു എന്താണ്? റിപ്പബ്ലിക്കാണ്. നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഓഗസ്റ്റ് 15-ന് നമ്മളുടെ റെഡ് ഫോർട്ടിൽ ഫ്ലാഗ് ഉയർത്തുന്ന ആരാണ്? പ്രധാനമന്ത്രി. എന്നാൽ റിപ്പബ്ലിക് ഡേക്ക് ആരാണ് ഫ്ലാഗ് ഉയർത്തുന്നത്? പ്രസിഡൻ്റാണ്. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഡേ ഓർക്കുക, പ്രസിഡൻ്റ് ഓർക്കുക. ഓക്കെ, പ്രസിഡൻ്റ് ഓർക്കുക. ഇന്ത്യ എന്താണ്? ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ജനാധിപത്യവുമാണ്, റിപ്പബ്ലിക്കുമാണ്. അതേസമയം ബ്രിട്ടൻ്റെ കാര്യമോ, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി.
ബ്രിട്ടനിൽ എന്തുണ്ട്? ഡെമോക്രസി ഉണ്ട്, പക്ഷെ റിപ്പബ്ലിക് ഇല്ല. ഈ റിപ്പബ്ലിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ആ രാഷ്ട്രം എന്താവുന്നത്? റിപ്പബ്ലിക് ആവുന്നത്. ഓക്കെ, അത് ഇപ്പോൾ ബ്രിട്ടൻ്റെ രാഷ്ട്രതലവൻ ആരാണ്? അവിടുത്തെ കിങ് അല്ലെങ്കിൽ ക്യൂൻ ആണ്. അത് ഹെറിഡിറ്ററി ആണ്. അതുകൊണ്ട് ബ്രിട്ടൻ എന്തല്ല? റിപ്പബ്ലിക് അല്ല. ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഡയറക്റ്റ്ലി അല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA മാരെ MP മാരാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും പ്രസിഡന്റ് എന്താണ്? ഒരു ഇലക്റ്റഡ് ആണ്, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതേപോലെ തന്നെ അത് ഹെറിഡിറ്ററി അല്ല. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ മാറ്റിവെച്ചതല്ല ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ സ്ഥാനം. അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്ക ഒരു റിപ്പബ്ലിക്കാണ്, പ്രസിഡന്റ് ആണ്, രാഷ്ട്രത്തിൻ്റെ തലവൻ ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ആണ്. ഓക്കെ, ഇനി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇലക്റ്റഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇവിടെ ഓർക്കുക, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഇന്ത്യ ആണ്, ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ആണ്. അത് കാരണം ഇന്ത്യയിൽ എന്താണ്? പ്രൈം മിനിസ്റ്റീരിയൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. അടുത്തത്, റിപ്പബ്ലിക് ആവുന്ന വഴി പൊളിറ്റിക്കൽ സോവറിനിറ്റി ഇൻ പീപ്പിൾ ആണ്. പരമാധികാരം ജനങ്ങളിലാണ്. കാരണം എന്താ? നമ്മളിൽ ആർക്കും പ്രസിഡന്റ് ആവാം. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലോ പർട്ടിക്കുലർ കാസ്റ്റിലോ പർട്ടിക്കുലർ ഫാമിലിയിലോ ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്ര തലവനാകും, അങ്ങനെയൊന്നുമില്ല. അത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് തന്നെ ഒരു തരത്തിൽ സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരു തരത്തിലുള്ള പ്രിവിലേജും ഇല്ല. ഇപ്പോൾ ബ്രിട്ടനിൽ നോക്കുക, ബ്രിട്ടീഷ് രാജകുടുംബം പ്രിവിലേജ്ഡ് ആണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? ഇല്ല. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളിൽ ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് ആവാം. അതിനുള്ള കഴിവ് കൂടെ വേണം, അത് വേറെ കാര്യം. ഓക്കെ, കഴിവും സാഹചര്യവും എല്ലാം ഒത്തു വരണം. പക്ഷെ അങ്ങനെ ഒത്തു വന്നാൽ നമ്മളിൽ ആർക്കും പ്രസിഡന്റ് ആവാം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊരു ഐഡിയ, എല്ലാ ഡെമോക്രസിയും റിപ്പബ്ലിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണ്? നമുക്കറിയാം ബ്രിട്ടൻ ഒരു ഡെമോക്രസി ആണ്, പക്ഷെ എന്തല്ല? റിപ്പബ്ലിക് അല്ല. ബ്രിട്ടൻ ഡെമോക്രസി ആണ്, പക്ഷേ റിപ്പബ്ലിക് അല്ല. സോ എല്ലാ ഡെമോക്രസി എന്തല്ല? ഓൾ ഡെമോക്രസി എന്താണ്? എല്ലാ ഡെമോക്രസി എന്തല്ല? റിപ്പബ്ലിക് അല്ല. എന്നാൽ എല്ലാ റിപ്പബ്ലിക്കൻ ഡെമോക്രസി ആണോ? അതുമല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന എടുത്ത് നോക്കുക, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫാമിലിന്നോ ഹെറിഡിറ്ററി ആയിട്ടോ വരുന്നതല്ല. പക്ഷെ അവിടെ ഡെമോക്രസി ഉണ്ടോ? ചൈനയിൽ ഡെമോക്രസി ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. സോ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, എന്താണ്? ഓൾ റിപ്പബ്ലിക് ആർ ഡെമോക്രസീസ് എന്ന് ചോദിച്ചാൽ അല്ല. ഓൾ ഡെമോക്രസീസ് ആർ റിപ്പബ്ലിക് എന്ന് ചോദിച്ചാലും അല്ല. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്തരം നിറ്റിഗ്രിറ്റീസ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോഴ്സ് ഓഫ് പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വി ദ പീപ്പിൾ. നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ കൺട്രി കാണിക്കുന്ന എന്താണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും പ്രിയാമ്പിളിൽ വ്യക്തമാക്കി പറയുന്നു. ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് ജനങ്ങൾക്ക് ജസ്റ്റിസ് കൊടുക്കുക. ഓക്കെ, ഇനി വരുന്ന ഒരു രാജ്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് പറയാണ്, നമ്മൾ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ലക്ഷ്യം വെക്കുന്ന എന്താണ്? ജനങ്ങൾക്ക് നീതി ലഭിക്കണം, നീതി ലഭിക്കണം. ഓക്കെ, നീതി. ജസ്റ്റിസ് ഇസ് എ വൈഡർ കോൺസെപ്റ്റ്, ലോ ഇസ് എ നാരോ കോൺസെപ്റ്റ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വൈഡാണ്. ഓക്കെ, ഒരു നിയമം ഉണ്ടാക്കാം, ആ നിയമം ശരിക്കും നല്ല നിയമം ആവണമെന്നില്ല, കരിനിയമങ്ങളാവാം. അപ്പോൾ അവിടെ ലോ ഉണ്ടെങ്കിൽ എന്തില്ല? ജസ്റ്റിസ് ഇല്ല. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് പറയുന്നത് എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് കിട്ടും? ജസ്റ്റിസ്. ഏതൊക്കെ തരം ജസ്റ്റിസ്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, സാമ്പത്തിക നീതി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എന്താണ്? പൊളിറ്റിക്കൽ, രാഷ്ട്രീയ നീതി അല്ലെങ്കിൽ എന്താണ്? പൊളിറ്റിക്കൽ ജസ്റ്റിസും ഉറപ്പുവരുത്തണം. ഈ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അർത്ഥമാക്കുന്നത്? ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. നമ്മൾക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന, ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. സോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് എയിംസ് ഓർ ഇറ്റ് ട്രൈസ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. നിങ്ങളുടെ ജാതിയുടെയോ അല്ലെങ്കിൽ കളറിൻ്റെയോ റിലീജിയൻ്റെയോ സെക്സിൻ്റെയോ റേസിൻ്റെയോ ജാതി, വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാത്ത, ഓക്കെ, ലിംഗവിവേചനങ്ങളില്ലാത്ത ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്താനാണ് എന്ത്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറയുമ്പോഴും ചിലർക്ക് എന്താണ്? ചില സ്പെഷ്യൽ സപ്പോർട്ട് വേണം. കാലാകാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട, ഇപ്പം നമുക്ക് ബോക്സിങ്ങിന് പോകുമ്പോൾ 10 കിലോയുള്ള ഒരു 10 ഒരു 50 കിലോക്കാരനോടും 100 കിലോക്കാരനോടും ബോക്സിംഗ് റിംഗിൽ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആണിനോടും പെണ്ണിനോടും ബോക്സിംഗ് റിംഗിൽ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പം രണ്ട് സെയിം ആണ്. ഓക്കെ, രണ്ടുപേർക്ക് ഈക്വാലിറ്റി. പക്ഷേ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. സോ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴും, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴും, സോഷ്യലി ഡിസ്ക്രിമിനേറ്റഡ് ആയ കമ്മ്യൂണിറ്റീസിന് വേണ്ടി ചില സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കാനും പ്രൊട്ടക്ഷൻ കൊടുക്കാനും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള
ചില കണ്ടീഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതിനെ ഒരിക്കലും തെറ്റായി കണക്കാക്കണ്ട. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓർക്കുക, അപ്പം ഒരു 2ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 10ാം ക്ലാസ്സുകാരൻ്റെ കൂടെ ഒരു 100 മീറ്റർ ഓടാൻ വിട്ടാൽ ആര് ജയിക്കും നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസിയേഷൻ അവിടെ വേണം. അടുത്ത ഇക്കണോമിക് ജസ്റ്റിസ്. നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്? ഒരുപാട് ഇക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ട്. അത് റിമൂവ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഓക്കെ, അതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം ഇക്കണോമിക് ഇനീക്വാലിറ്റി റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ടാക്സേഷൻ. പണം ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പണം എന്ത് ചെയ്യുക? മേടിച്ചിട്ട് എക്സ്ട്രാ പൈസ ഉള്ളത് മേടിച്ചിട്ട് അത് പാവപ്പെട്ടവന് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുക, മറ്റൊരു സൈഡിൽ സബ്സിഡി കൊടുക്കുക, അല്ലെങ്കിൽ വെൽഫെയർ സ്കീം കൊടുക്കുക. എല്ലാവർക്കും ഈക്വൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഒരു കമ്പനി തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ജോലി ചെയ്യണം, അതിനെല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം. അവിടെ നിങ്ങളൊരു പർട്ടിക്കുലർ കാസ്റ്റിൽ നിന്നോ റീജിയനിൽ നിന്നോ റിലീജിയനിൽ നിന്നോ വരുന്നതുകൊണ്ട് യാതൊരു പ്രിവിലേജും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ്. ഇക്കണോമിക് ജസ്റ്റിസിന് ശേഷം പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഈക്വൽ ആക്സസ് ടു പൊളിറ്റിക്കൽ ഓഫീസ്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും വോട്ടിന് ഒരേ വാല്യൂ ആണ്. എനിക്കും നിങ്ങൾക്കും ഇന്ത്യൻ പ്രസിഡൻ്റായോ അല്ലെങ്കിൽ ഒരു MLA ആയോ MP ആയോ ഒക്കെ മത്സരിക്കാം. അതിലൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ഇനി ഈ ജസ്റ്റിസ് നമ്മൾ നേരത്തെ പഠിച്ചു, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ആ ഐഡിയ എവിടെ നിന്നാണ് എടുത്തത്? ഫ്രഞ്ച് റവല്യൂഷൻ. ഇത് പല എക്സാമിലും വന്നു. അതേപോലെ വന്നിട്ടുള്ള ചോദ്യമാണ് ജസ്റ്റിസ്, പർട്ടിക്കുലർലി സോഷ്യൽ ജസ്റ്റിസ്. എവിടെ നിന്നാണ് ആ ഐഡിയ എടുത്തത്? റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് ആ ഐഡിയ എടുത്തത്. ഇനി നമ്മുടെ ആർട്ടിക്കിൾ 14 to 18 ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പാർട്ടാണ്. അവിടെ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച്. അപ്പം സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ എവിടെയുണ്ട്? ആർട്ടിക്കിൾ 14 to 18 പറയുന്നു. നിങ്ങൾക്കറിയാം, equality before law, equal protection of law, there shall be no discrimination, abolition of titles, അല്ലേ? ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? ആർട്ടിക്കിൾ 14 to 18 വരുന്നു. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഓർ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എക്സെട്ര. ഇക്കണോമിക് ജസ്റ്റിസ് അതെവിടെയാണ് വരുന്നത്? DPSP. ഓക്കെ, DPSP. ഓക്കെ, DPSP സോഷ്യൽ ജസ്റ്റിസിൻ്റെ അംശവും വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പലപ്പോഴും PSCയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് എക്സാക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സോഷ്യൽ ജസ്റ്റിസ് ആർട്ടിക്കിൾ 14 to 18 ഇല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറയരുതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ DPSPയിൽ ഇക്കണോമിക് ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് രണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട്. ഓക്കെ, പക്ഷെ കൂടുതൽ ഇതിൽ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ DPSPയിൽ ഇക്കണോമിക് ജസ്റ്റിസ് ചൂസ് ചെയ്യുക. ഇനി അടുത്ത ലിബർട്ടി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്താണ്? ലിബർട്ടി ഓഫ് എന്തിൻ്റെ? തോട്ട്. സ്വാതന്ത്ര്യം കൊടുക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാൻ, പ്രകടിപ്പിക്കാൻ, വിശ്വസിക്കാൻ, ഓക്കെ, ആരാധിക്കാൻ, ഓക്കെ, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം. നമുക്ക് എന്തുണ്ട്? ദർ ഈസ് ആബ്സെൻസ് ഓഫ് അൺറീസണബിൾ റിസ്ട്രെയിൻസ്. ഓക്കെ, അൺറീസണബിൾ ആയിട്ടുള്ള, നമ്മൾക്കറിയാം, ഒരു പക്ഷി അതിനെ ചെറുപ്പം തൊട്ടേ വളർത്താതെ അതിൻ്റെ ചിറകൊക്കെ കെട്ടി അതിനൊരു കൂട്ടിലിട്ടാൽ അതിന് പറക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അതിന് ഇൻഹറൻ്റ് ആയിട്ടുണ്ടെങ്കിലും ആ കഴിവത് ഇല്ലാതെയായി പോകും. അതുപോലെയാണ് ജനങ്ങൾ. ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവ്, അവരുടെ വ്യക്തിത്വം അത് വികസിപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? ബൈ ഗിവിങ് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്താണ്? ഒരു വ്യക്തിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അത് ഓരോ വ്യക്തിയുടെ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഗ്രോത്ത് ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെമോക്രസിയുടെ ഫംഗ്ഷനിങ്ങിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് കൊടുത്തിട്ടുള്ളത്? ആബ്സെൻസ് ഓഫ് അൺറീസണബിൾ റിസ്ട്രെയിൻ. റിസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തടസ്സം, ഒരു ചങ്ങല അല്ലെങ്കിൽ ഒരു തടസ്സം. പക്ഷേ എന്താണ്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒന്നും ആബ്സല്യൂട്ട് അല്ല. ഒരവകാശങ്ങളും ഒരു ഫ്രീഡവും എന്തല്ല? ആബ്സല്യൂട്ട് അല്ല. അൺറീസണബിൾ റിസ്ട്രെയിൻ ഇല്ലെങ്കിലും എന്തുണ്ട്? ലിബർട്ടിക്ക് എന്തുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് അലൗഡ് ആണ്. എനിക്ക് എന്തും പറയാം, എന്തും ചിന്തിക്കാം, എന്തും പറയാമെന്ന് പറഞ്ഞ് ഞാൻ നാളെ നാട്ടുകാരെ മൊത്തം തെറി വിളിച്ചു, അല്ലെങ്കിൽ മതവിദ്വേഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് കുറേ പേരോട് പ്രസംഗിച്ച് നടക്കുന്നു. അതൊക്കെ അലൗഡ് ആണോ? അല്ല. സോ ഓൾവേസ് റിമെമ്പർ ദർ ഈസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, അതായത് നമ്മുടെ റൈറ്റ്സ് എല്ലാം എന്താണ്? ക്വാളിഫൈഡ് ആണ്. ഓക്കെ, റൈറ്റ്സ് ആർ ക്വാളിഫൈഡ്. ഓക്കെ, ആർട്ടിക്കിൾ 19 to 22 എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി നമ്മുടെ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഒന്നും പ്രിയാമ്പിളിൻ്റെ ഭാഗമല്ല. പക്ഷേ പ്രിയാമ്പിൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സമ്മറിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ എന്താണെന്ന് പ്രിയാമ്പിൾ പറയുന്നു. അപ്പോൾ പ്രിയാമ്പിളിലെ ലിബർട്ടി നമ്മൾ എവിടെ കാണുന്നുണ്ട്? ആർട്ടിക്കിൾ 19 to 22 കാണുന്നു. ഇനി ഇത് പറയുമ്പോൾ
റീസെൻ്റ്ലി എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, റൈറ്റ് ടു പ്രൈവസി പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ് വഴി എന്താണ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിക്കകത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് എന്ത്, ഇൻ്റർനെറ്റ് ഫ്രീഡം ഇപ്പോൾ എന്താണ് പാർട്ട് ഓഫ് ലിബർട്ടിയാണ്. ഓക്കെ, അത് ഏത് കേസിൽ നിന്നാണ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അനുരാധ ബാസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് ഇൻ്റർനെറ്റ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അത് ചലഞ്ച് ചെയ്തൊരു കേസാണ്. സോ അപ്പോൾ നിങ്ങളോട് അടുത്ത ഏതെങ്കിലും ഒരു എക്സാമിന് ഇൻ്റർനെറ്റ് ഫ്രീഡവും പാർട്ട് ഓഫ് ലിബർട്ടി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം ഇന്ന് പല സർവീസസും ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇൻക്ലൂഡിങ് എസെൻഷ്യൽ സർവീസ്. സോ കോടതികൾ എന്ത് പറയുന്നു, ഇൻ്റർനെറ്റ് ഫ്രീഡം ഈസ് പാർട്ട് ഓഫ് യുവർ ലിബർട്ടി. ഇനി ഇക്വാലിറ്റി, അടുത്തത് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വാലിറ്റി കൊടുക്കുക. പ്രിയാമ്പിൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ അടുത്ത ഒബ്ജക്റ്റീവാണ് ഇക്വാലിറ്റി. എന്ത് ഇക്വാലിറ്റി, സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഒരു സ്റ്റാറ്റസിനും ഓപ്പർച്യൂണിറ്റിക്കും ഉള്ള ഒരു ഇക്വാലിറ്റി കൊടുക്കുക. ഈ ഇക്വാലിറ്റിക്ക് വിവിധ വശങ്ങളുണ്ട്. ഒന്ന് സിവിക് ഇക്വാലിറ്റി. ഓക്കെ, നമുക്കറിയാം ഇക്വാലിറ്റി ബിഫോർ ലോ. ഓക്കെ, ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18 എന്താണ്, നമ്മൾ സൊസൈറ്റിയിൽ ജനങ്ങളെല്ലാവരെയും ഈക്വൽ ആക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണ്, റൂൾ ഓഫ് ലോ, ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാവരെയും ഈക്വലായിട്ട് കാണുക. ഓക്കെ, അടുത്തത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. SIRനെ കുറിച്ച് ചർച്ചകളുണ്ട്, ഡിബേറ്റ് ഉണ്ട്. പക്ഷേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി തരുന്ന ഒരു ഭാഗമാണ് എന്ത്, ആർട്ടിക്കിൾ 325. ആർട്ടിക്കിൾ 325 പറയുന്നത് എന്താണ്, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയെയും എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായി ഇലക്ട്രൽ റോളിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ 326 എന്ത് പറയുന്നു, യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് വേണം. ഇത് രണ്ടും എന്താണ് കൊടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിൾ പറയുന്ന ഇക്വാലിറ്റി പിന്നീടുള്ള ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്തതാണ് എന്ത്, ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ബ്രദർഹുഡ്. ഓക്കെ, ബ്രദർഹുഡ്. നമ്മളിപ്പം ഇന്ത്യയിലല്ല സ്കൂളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അത് ലിറ്ററലി അങ്ങനെയല്ല. ലിറ്ററലി ആണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതൊരു ഐഡിയ ആണ്. ഓക്കെ, ഇന്ത്യക്കാർ നമ്മളെല്ലാവരും, നമ്മൾ പല ഭാഷകൾ സംസാരിക്കുന്നവരാവട്ടെ, പല മതങ്ങൾ ഫോളോ ചെയ്യുന്നവരാവട്ടെ, പല കൾച്ചറിലുള്ളവരാവട്ടെ, പക്ഷെ നമ്മളെല്ലാവരും ആരാണ്, ഒരു സഹോദരങ്ങളാണ്. വി ഷുഡ് ഹാവ് ദാറ്റ് ബ്രദർഹുഡ്. ഓക്കെ, ഈ ബ്രദർഹുഡ് ഇതുവഴിയാണ് നമുക്ക് യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും കൊണ്ടുവരാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തതാണ്. ഇപ്പോൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ എന്തൊക്കെ ആഡ് ചെയ്തു, ഒന്ന് സോഷ്യലിസ്റ്റ്, ഒന്ന് സെക്കുലർ, ഒന്ന് ഇൻറ്റഗ്രിറ്റി. ഇതും പല പരീക്ഷയിൽ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഫ്രറ്റേണിറ്റി. ഇന്ത്യക്കാർ മൊത്തത്തിലുള്ള ഒരു സാഹോദര്യം നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് പ്രിയാമ്പിൾ പറയുന്നു, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്ത്, സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മൾക്കറിയാം ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. കേരളത്തിലെ സിറ്റിസൺ, തമിഴ്നാട്ടിലെ സിറ്റിസൺ, ഗുജറാത്തിലെ സിറ്റിസൺ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. അതേസമയം അമേരിക്കയിലാണെങ്കിലോ, അമേരിക്കയുടെ സിറ്റിസൺ ആയിരിക്കും നിങ്ങൾ ചിലപ്പം ന്യൂയോർക്കിൻ്റെയോ കാലിഫോർണിയയുടെ സിറ്റിസൺ ആയിരിക്കും. ചിലപ്പോൾ അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കാം, നിങ്ങൾക്ക് അതേപോലെ കനേഡിയൻ സിറ്റിസണും ആകാം. ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യമില്ല. നമ്മളെല്ലാവരും ആരാണ്, ഇന്ത്യക്കാരാണ്. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എന്ത് പറയുന്നു, നമ്മളെല്ലാവരും പരസ്പരം സാഹോദര്യം നിലനിർത്താൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഫ്രറ്റേണിറ്റി വഴി എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഓരോ വ്യക്തിയുടെയും ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഐഡിയ എന്താണ്, ഓരോ വ്യക്തിക്കും ഒരു ഡിഗ്നിറ്റി കൊടുക്കുന്ന വഴി നമ്മളൊരു രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത, ഓക്കെ, അതാണ് കാത്തു സൂക്ഷിക്കുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം എടുക്കാം. നോർത്ത് ഈസ്റ്റിലെ ആളുകൾ പലപ്പോഴും നമ്മളെപ്പോലെ അല്ല കാണാൻ, അല്ലെങ്കിൽ നോർത്തിലെ ആളുകളെ പോലെ അല്ല സൗത്തിലെ ആളുകൾ. നമ്മൾ അവർക്കൊരു ഡിഗ്നിറ്റി കൊടുക്കാതെ അവർ നമ്മളെപ്പോലെ അല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്കൊരിക്കലും നമ്മുടെ നാടിനോടൊരു ബിലോങ്ങിങ്നെസ് തോന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, അവിടെ ഒരു സെപ്പറേറ്റിസം വരാം. ഓക്കെ, നോർത്ത് ഈസ്റ്റിലെ ആളുകളെ എപ്പോഴും കളിയാക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലെ അല്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അത് രാജ്യത്തിൻ്റെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കും. അപ്പോൾ സൗത്ത് ഇന്ത്യക്കാരെ മദ്രാസി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർ സൗത്ത് ഇന്ത്യക്കാരെ കളിയാക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ ചിലർക്കെങ്കിലും ഇവിടുന്ന് വിഘടിച്ച് പോകണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുന്ന വഴി നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി വരുന്നത് വഴി എന്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റും, രാജ്യത്തിൻ്റെ അഖണ്ഡത. ഓക്കെ, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണലിസം ഉണ്ട്. ഓക്കെ, റിലീജിയൻ ബേസ്ഡ് സെപ്പറേറ്റിസം ആണ് എന്ത്, കമ്മ്യൂണലിസം. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെപ്പറേറ്റിസം, റീജിയണലിസം. ഇപ്പോൾ നമുക്കറിയാം പല
സ്ഥലങ്ങളിലും മറ്റ് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പണിക്ക് പോകുമ്പോൾ അവർ ആക്രമിക്കുന്നു, അവരുടെ ഭാഷ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു. ഇതൊക്കെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണ്. സെസഷനിസം, ചിലർക്ക് വേറൊരു രാജ്യമാക്കണം. അപ്പോൾ ഇതിനെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണെന്ത്, ഒരു കോമൺ ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു ഐഡിയ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നൊരു ഐഡിയ നമ്മളിൽ വരിക. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ജുഡീഷ്യറിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായ പ്രിയാമ്പിളിനെയും ആര് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു? ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ ബെറുബാരി കേസ്, അത് ഇന്ത്യയുടെ കുറച്ച് സ്ഥലം പാകിസ്ഥാന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണ്? പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടല്ല. ഇത് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടല്ല പ്രിയാമ്പിൾ എന്ന വിധി ഏത് കേസിലാണ് വന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബെറുബാരി കേസാണ്. ആ കേസിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, പ്രിയാമ്പിൾ എന്തല്ല, ഇറ്റ് കനോട്ട് ബി എ സോഴ്സ് ഓഫ് പവർ ടു ദ ഗവൺമെന്റ്. ഇറ്റ് കനോട്ട് ബി എ സോഴ്സ് ഓഫ് പവർ ടു ദ ഗവൺമെന്റ്. ബെറുബാരി കേസിൽ എന്താണ് പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല പ്രിയാമ്പിൾ. ഇനി കേശവാനന്ദ ഭാരതി കേസ്, നേരത്തെ പറഞ്ഞു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ വന്ന കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് പറഞ്ഞു? പ്രിയാമ്പിൾ ഈസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്. പ്രിയാമ്പിൾ ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഇതിനകത്താണ്? കേശവാനന്ദ ഭാരതി കേസിനകത്താണ്, 1973. ഓക്കെ, പിന്നെ കേശവാനന്ദ ഭാരതി കേസിലാണെന്ത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ കൊണ്ടുവന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ തന്നെ എന്ത് പറയുന്നു? നമ്മളുടെ പ്രിയാമ്പിളിനകത്ത് തന്നെ ബേസിക് സ്ട്രക്ചർ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്ത SR ബൊമ്മൈ കേസ്, നേരത്തെയും പറഞ്ഞു SR ബൊമ്മൈ കേസ്. SR ബൊമ്മൈ കേസിൽ എന്ത് പറയുന്നു? സെക്യുലറിസം ഈസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ആൻഡ് സെക്യുലറിസം വാസ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. പിന്നെ പ്രിയാമ്പിൾ ഈസ് യൂസ് ടു റെസ്ട്രിക്ട് മിസ്യൂസ് ഓഫ് ദ പ്രസിഡന്റ്സ് റൂൾ. ഓക്കെ, പ്രിയാമ്പിൾ SR ബൊമ്മൈ കേസിൽ എന്താണ്? ഇപ്പോൾ സ്റ്റേറ്റുകളെ അകാരണമായി പിരിച്ചുവിടുന്നത്, ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിനൊക്കെ എതിരെ SR ബൊമ്മൈ കേസിൽ പറയുന്നുണ്ട്. സോ SR ബൊമ്മൈ കേസിൽ പ്രിയാമ്പിളിനെ കോട്ട് ചെയ്തുകൊണ്ട്, കാരണം പ്രിയാമ്പിൾ എന്താണ് പറയുന്നത്? ഡെമോക്രസി, സ്റ്റേറ്റിലെ ഡെമോക്രസീനെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു LIC ജഡ്ജ്മെന്റിൽ എന്ത് പറയുന്നു? പ്രിയാമ്പിൾ ഗൈഡ് സോഷ്യോ ഇക്കണോമിക് റൈറ്റ്സ്. ഓക്കെ, ഇനി ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നാരായണിൽ എന്ത് പറയുന്നു? ഡെമോക്രസി ഈസ് എ ബേസിക് സ്ട്രക്ചർ. ഡെമോക്രസി എന്തിൽ പറയുന്നുണ്ട്? ഇന്ത്യൻ നേഷന്റെ നേച്ചറിൽ ഡെമോക്രസി വേണമെന്ന്. അതൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഈ കേസിൽ പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇന്ദിരാഗാന്ധി എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അമെൻമെന്റ് ഓഫ് ദ പ്രിയാമ്പിൾ. ഇനി പ്രിയാമ്പിളിന് നമുക്ക് അമെൻമെന്റ് ചെയ്യാൻ സാധിക്കുമോ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒരു വേറെ തന്നെ ടോപ്പിക്കാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ പ്രിയാമ്പിൾ, പ്രിയാമ്പിളിന് ഓൾറെഡി അമെൻഡ് ചെയ്ത് കഴിഞ്ഞു. 42nd അമെൻമെന്റിലൂടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രിയാമ്പിൾ എന്താണ്? ഇറ്റ് ഈസ് അമെൻഡബിൾ. അമെൻഡബിൾ ആയതുകൊണ്ടാണ് എന്ത് 42nd അമെൻമെന്റിലൂടെ അമെൻഡ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ ഒറ്റയൊരിക്കൽ മാത്രമേ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എപ്പോഴാണ്? ബൈ 42nd അമെൻമെന്റ്. ഈ 42nd അമെൻമെന്റ് വഴി ആഡ് ചെയ്ത 3 കാര്യങ്ങളാണ് എന്ത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന 3 വാക്ക്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. ഇനി പ്രിയാമ്പിളിനെ കുറിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ആർട്ടിക്കിളിനെ കുറിച്ച്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രിയാമ്പിളിനെ കുറിച്ച് KM മുൻഷി, ഈ മുൻഷിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ജാതകം നോക്കുന്ന, കവടി നിരത്തുന്ന ആ ഒരു ഐഡിയ അല്ലേ? അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. മുൻഷി എന്താണ് പറഞ്ഞത്? ഹൊറോസ്കോപ്പ് ഓഫ് ദ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്താണ്? ഇന്ത്യൻ പ്രിയാമ്പിളിൻ്റെ ആദ്യ രൂപം നമ്മൾ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. അപ്പോൾ എന്താണ്? ഒരു ജാതകം നോക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണല്ലോ പറയുന്നത്. അപ്പോൾ KM മുൻഷി പറയുകയാണെന്ത്? നമ്മൾ പ്രിയാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ജാതകം പോലെയാണ് പ്രിയാമ്പിൾ. അടുത്തത് ഭാർഗവ. ഓക്കെ, പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ പറയുകയാണെന്ത്? ഇറ്റ് ഈസ് എ മോസ്റ്റ് പ്രിഷ്യസ് പാർട്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേര് വലിയ പേരാണ്. ഓക്കെ, പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞു. മോസ്റ്റ് പ്രിഷ്യസ് പാർട്ടാണ്, സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, യാർഡ് സ്റ്റിക്ക് ആണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഏണസ്റ്റ് ബേക്കർ, ഇത് പല എക്സാമിനും വന്നാണ്. അദ്ദേഹം പറഞ്ഞാണെന്ത്? കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഭാർഗവയാണ്, ഠാക്കൂർദാസ് ഭാർഗവയാണ്. കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റിമെമ്പർ, കീ നോട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് പറഞ്ഞത്? ഏണസ്റ്റ് ബേക്കർ. ഇനി ജസ്റ്റിസ് ഹിദായത്തുള്ള, ഇന്ത്യയുടെ പഴയ ഒരു ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇന്ത്യൻ പ്രിയാമ്പിൾ റിസംബിൾസ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ഐഡിയ എവിടെ നിന്നാണ് വരുന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ജസ്റ്റിസ് ഹിദായത്തുള്ള പറയുകയാണെന്ത്? നമ്മുടെ പ്രിയാമ്പിൾ എന്തിനെ റിസംബിൾ ചെയ്യുന്നു? അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിനെ റിസംബിൾ ചെയ്യുന്നു. ഇനി ഈ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. പ്രിയാമ്പിൾ ഒരു മോറൽ കോമ്പസ് ആണ്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകൾ എങ്ങനെ ഭരിക്കണമെന്ന് അവർക്കൊരു ഐഡിയ കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പ്രിയാമ്പിൾ. ഓക്കെ,
കോടതികൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ, പുതിയ നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പല നിയമങ്ങളും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിലും പ്രിയാമ്പിളിനെ പ്രത്യേകിച്ചും മുന്നിൽ നിർത്തി അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ഗൈഡായി നമ്മുടെ പ്രിയാമ്പിൾ മാറുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോൾസ് എന്താണെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? പ്രിയാമ്പിൾ. നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസ് എന്താണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ഇതാണ് നമ്മുടെ ഗോൾസ് എന്ന് നമുക്ക് ക്ലിയർ ആക്കി തരുന്ന ഒരു കാര്യമാണെന്ത്? പ്രിയാമ്പിൾ. അടുത്തത്, പക്ഷേ പ്രിയാമ്പിൾ എന്തല്ല, ഇറ്റ് ഈസ് നൈദർ എ സോഴ്സ് ഓഫ് പവർ ടു ദ ലെജിസ്ലേച്ചർ. പ്രിയാമ്പിളിൽ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ലെജിസ്ലേച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. DPSPയിൽ അങ്ങനെയല്ല. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, ഓക്കെ, അത് DPSPയിൽ ഉള്ളത് കൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ ചില സ്റ്റേറ്റിൽ എന്താണ് ലിക്കർ അബോളിഷൻ, അതിന് അവരൊരു സോഴ്സ് ഓഫ് പവറായി കാണിക്കുന്നത് എന്താണ്? DPSP ആണ്. പക്ഷേ പ്രിയാമ്പിളിന് ആ ഒരു പവറില്ല. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് എ പ്രൊഹിബിഷൻ അപ്പോൺ ദി പവേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മൾ പലപ്പോഴും പറയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നതോടൊപ്പം പാർലമെൻറ്റിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ എന്തല്ല, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് DPSP പോലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ലെജിസ്ലേച്ചറിന് പവർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ പാർലമെൻറ്റിന് അധികാരങ്ങൾ നിഷേധിക്കുന്നതോ അല്ല. സോ ഇറ്റ് ഈസ് നൈദർ എ സോഴ്സ് ഓഫ് പവർ നോർ എ പ്രൊഹിബിഷൻ. ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ. അതായത് പ്രിയാമ്പിളുള്ള കാര്യം ഗവൺമെൻറ് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാൻ പറ്റില്ല. നമ്മൾക്ക് അതേസമയം അറിഞ്ഞിരിക്കണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. പ്രിയാമ്പിളും DPSP ഒക്കെ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഓക്കെ, ഇനി ഇത്രയും നേരം പഠിച്ചതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി. നമ്മുടെ പ്രിയാമ്പിൾ എന്താണ്? അതൊരു ഫിലോസഫിക്കൽ ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ഫിലോസഫിക്കൽ ഡോക്യുമെൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ബെറുബാറി കേസിൽ എന്ത് പറഞ്ഞു സുപ്രീം കോടതി? എന്തല്ല, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല. കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞെന്താണ്? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതാണ്, ഇതൊരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷനാണ്. ഇറ്റ് ഈസ് എ ഗൈഡിങ് ലൈറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഗൈഡിങ് ലൈറ്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം, നമ്മുടെ റൂളേഴ്സ് ഏത് ദിശയിൽ സഞ്ചരിക്കണം, അതൊക്കെ പ്രിയാമ്പിൾ പറയുന്നു. ഇനി പ്രിയാമ്പിൾ വ്യക്തമാക്കി പറയുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റി എവിടെയാണ്? വി ദ പീപ്പിൾ. നിങ്ങളിവിടെ മനസ്സിലാക്കണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഗോഡ് എന്ന് ചോദ്യം വരും. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പ്രശ്നത്തിന് കാരണമാകും. അതുകൊണ്ട് ഇന്ത്യയിൽ എന്താണ്? വി ദ പീപ്പിൾ ആണ്. ജനങ്ങളിൽ നിന്നാണ് അവകാശം വരുന്നത്. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, ജെയിൻ, പാർസി, ആരുമായിക്കോട്ടെ. ഓക്കെ, അതുതന്നെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത്രയും കാലമുള്ള സക്സസിൻ്റെ കാരണം. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയ ചില രാജ്യങ്ങൾ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആക്കി. അവിടെ പിന്നീട് പ്രശ്നങ്ങൾ സംഭവിച്ചു. അവിടെ ആരാണ്, ഏത് ഗോഡാണ്, ഏത് റിലീജിയനാണ്, അല്ലെങ്കിൽ ആരാണ് വരേണ്ടത്? ഒക്കെ ചിലർ പറയും എന്നെ ദൈവം അയച്ചതാണ്. ഒക്കെ മിലിറ്ററി റൂളർ വന്ന് പറയാണ് ദൈവത്തിൻ്റെ ഹിതം ഞാനാണ് ഇനി ഭരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഉണ്ടാവും. നേച്ചർ, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നേച്ചർ എന്തായിരിക്കണം? സോവറിൻ, ഒരു പരമാധികാര രാഷ്ട്രമായിരിക്കണം, സോഷ്യലിസ്റ്റ് ആയിരിക്കണം, മതേതരമായിരിക്കണം, ജനാധിപത്യമായിരിക്കണം, ഒരു റിപ്പബ്ലിക് ആയിരിക്കണം. നമ്മളുടെ ജനങ്ങൾക്കെല്ലാം ജസ്റ്റിസ്, നീതി ലഭിക്കണം. ഓക്കെ, ലിബർട്ടി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയും ഓരോ വ്യക്തിക്കും ലഭിക്കണം. ഇനി ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈസ് preamble part of the basic structure? Yes, it is part of the basic structure but not enforceable in a court. Okay, ഇനി നമുക്ക് ഇത്ര നേരം പഠിച്ചു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ പഠിച്ചതിൻ്റെ, നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മളുടെ പഠിത്തം എത്രത്തോളം കറക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. ആദ്യത്തത്, ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ ഇൻസ്പയർഡ് ഫ്രം വിച്ച് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ഓർ ഇവൻറ്റ്? ഏത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇവൻറ്റിൽ നിന്നാണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി എന്ന ഐഡിയ പ്രിയാമ്പിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കുക ഫ്രഞ്ച്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇത് ശ്രദ്ധിക്കണം, ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ്, ഇൻകറക്റ്റ് അല്ല. ഓക്കെ, അത് പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പ്രഷറിൽ നമ്മൾ വായിക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, പ്രിയാമ്പിളിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പ്രിയാമ്പിൾ ഈസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്. ഏത് ജഡ്ജ്മെൻ്റ് ആണ്? കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റ്. പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ് ബൈ പാർലമെൻറ്റ് യൂസിങ് ദ പ്രൊസീജിയർ ലേഡ് ഡൗൺ ഇൻ ആർട്ടിക്കിൾ 368. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചിട്ടാണോ? ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 368നെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചും നമ്മൾ മറ്റൊരു വീഡിയോയിൽ പഠിക്കും. ഓക്കെ, പ്രിയാമ്പിൾ കനോട്ട് ബി യൂസ്ഡ് ടു ഇൻ്റർപ്രറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
പ്രിയാമ്പിൾ cannot be used to interpret the provisions of the constitution. cannot be used ആണോ? അല്ല. പ്രിയാമ്പിൾ can be used. In fact, പ്രിയാമ്പിൾ is a guiding light. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ വെച്ച് പലതും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. So here the right answer is 1 and 2 only. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വെർ ആഡഡ് ടു ദ പ്രിയാമ്പിൾ ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട വേർഡ്സ് എന്താണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. 1, 2 and 4. 1, 2 and 4. So option A is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് എന്തിൻ്റെ പ്രീകേഴ്സർ? പ്രിയാമ്പിളിൻ്റെ. അതെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 13 ഡിസംബർ 1946. അതെന്നാണ് അഡോപ്റ്റ് ചെയ്തത്? 22 ജാനുവരി 1947. പക്ഷേ നമുക്കറിയാം പ്രിയാമ്പിൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. 1946 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 1947 ഇത് അഡോപ്റ്റ് ചെയ്തു. പക്ഷേ എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് റിഫ്ലക്റ്റ് ചെയ്യണം? പ്രിയാമ്പിൾ റിഫ്ലക്റ്റ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് റെഡി ആയത്? നവംബർ 26, 1949. സോ പ്രിയാമ്പിളും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനൊക്കെ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പ്രിയാമ്പിളിൻ്റെ മേലുള്ള ഡിസ്കഷനും അതിൻ്റെ ഫൈനൽ ടെക്സ്റ്റ് എന്തായിരിക്കണമെന്നും എപ്പോഴാണ്? നവംബർ 26, 1949 തീരുമാനമായത്. ഓക്കെ, ഇതിൻ്റെ ഫോർമൽ ഡിബേറ്റ് ഇതൊരു ഇനി എപ്പോഴെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഫോർമൽ ഡിബേറ്റ് എപ്പോഴാണ് നടക്കുന്നത്? 17th ഒക്ടോബർ. നിങ്ങൾക്ക് 13th ഡിസംബറിൻ്റെയും 22nd ജനുവരിയുടെ ഇടയിലാണെന്ന് വിചാരിക്കരുത്. കാരണം എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം ആയി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്തിട്ട് ഓക്കെ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതായിരിക്കണം എന്ന് പറയണം. സോ അത് 17th ഒക്ടോബർ 1949 പ്രിയാമ്പിളും കോൺസ്റ്റിറ്റ്യൂഷനോടൊപ്പം അഡോപ്റ്റ് ചെയ്തു. ഈ ദിവസം എന്താണ്? 26 നവംബർ സെലിബ്രേറ്റഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ താങ്ക് യു ഓൾ.